വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ബൃഹത്തായ ചരിത്രം ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ കഥയുടെ പേരാണ് ആദ്യരനും വഴങ്ങി. എന്താണ്? ആദ്യരനും വഴങ്ങി. ആരാണ് വരുന്നത്? നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീപ്പൊരി പാറിക്കുന്ന കുതിരപ്പുറത്ത് ആരാണ് വരുന്നത്? ആരടായെന്നോദിയാൽ മറുമൊയിലഭിക്കാതുള്ള ആരടായെന്നോദിയാൽ മൊയിലഭിക്കാതുള്ള അടകൊടുമപ്പെടും പടവളിയെടുത്തുമർ മനം പുലിയല്ലേ ആരടായെന്നോദിയാൽ മൊയിലഭിക്കാതുള്ള അടകൊടുമപ്പെടും പടവളിയെടുത്തുമർ മനം പുലിയല്ലേ. ഓഹോ, അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. ഘോര പടക്കളത്തിലേക്ക് എന്ന പോലെ കുതിച്ചു വരികയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറെ? നഈം ഇബ്നു അബ്ദുള്ള രണ്ടും കൽപ്പിച്ചൊരു ചോദ്യം. എടാ നഈം, എന്നെ വിടൂ, ഞാൻ പോയി മുഹമ്മദിന്റെ തല എടുത്തിട്ട് വരാം. ഉള്ള ദൈവങ്ങളെ പിയച്ച, ശത്രുക്കളെ ചേരിതിരിപ്പിച്ച ആ പ്രവാചകവാദി ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. ഞാനിതാ പോകുന്നു. നിൽക്കുമറേ, എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതെന്നിവിടെ ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതെന്നിവിടെ ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. കേമത്തരം ഇത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. കേമത്തരം ഇത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. അമിതാനന്ദം നിർത്തുമറേ, അഖിലം ഓർത്ത് മടങ്ങുമറേ. അമിതാനന്ദം നിർത്തുമറേ, അഖിലം ഓർത്ത് മടങ്ങുമറേ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതെന്നിവിടെ ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. എന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്തൻ പ്രസാദത്തിൽ അളിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടാകട്ടെ ഇനി യാത്ര. ഉമർ അതാ പെങ്ങൾ ഫാത്തിമയുടെ വാതിൽ പടിക്കൽ. തുറക്കടി വാതിൽ, തുറക്കാനാ പറഞ്ഞത്. ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്ത ഹബ്ബാബ് ഇബ്നു അറത്ത് എന്ന സഹാബി മറ്റൊരു ഭാഗത്തേക്ക് ഓടി ഒളിച്ചു. വിറക്കുന്ന കൈകളാൽ ഫാത്തിമ ഖുർആനിന്റെ ഖിറാസ് മറച്ചു വെച്ച് വാതിൽ തുറക്കുകയാണ്. എന്താണടി ഞാൻ കേട്ട അജ്ഞാത മുഴക്കം? എന്താണത്? ഒന്നുമല്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ ആ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. ഉമറദാ തന്റെ അലിയന്റെ മാർത്തിട്ട് ഓടിയാതാ പെങ്ങൾ അടുക്കലായി, അടിയും കൂതങ് കയർക്കയായി. ഉടനെ പ്രഹാരം നാവൽ കത്തിയേ, ഉമറിൽ അവൾക്കാരം ഇരുത്തലായി. ഓടി ആദാ പെങ്ങൾ അടുക്കലായി, അടിയും കൂതങ് കയർക്കയായി. ഉമറിൽ അവൾക്കാരം ഇരുത്തലായി, ഉമറിൽ അവൾക്കാരം ഇരുത്തലായി. ജ്യോതി അവൾ ഹക്ക് ഇതാണെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്തേകാലോ. വദനം ചൂട് ചോര നിറഞ്ഞാലേ, വമ്പ് തകർന്നുമർ തളർന്നാലേ. വദനം ചൂട് ചോര നിറഞ്ഞാലേ, വമ്പ് തകർന്നുമർ തളർന്നാലേ. തന്റെ ഭർത്താവിനായിട്ട് വീക്കുന്നത് കണ്ടപ്പോൾ തടഞ്ഞു നിർത്താൻ പോയതായിരുന്നു. അതാ പെങ്ങളുടെ ഭൂവദനത്തിൽ ഉമറിന്റെ പ്രഹരം. ചോരയാൽ കുതിർന്ന ഫാത്തിമ ഉമറിനോടായി പറഞ്ഞു, അതെ, ഞങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ്. ഇതാണ് സത്യമെങ്കിൽ നീ എന്തു ചെയ്യുമടാ?
ഇത് കേട്ട് ഉമർ അല്പനേരത്തേക്ക് തളർന്നു പോയി. ആ ഏടൊന്ന് താ ഫാത്തിമ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ. ഉമറെ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധി ഇല്ലാത്തവർക്ക് ഇത് പാരായണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉമർ അതാ ശുദ്ധി പ്രാപിച്ച് കടന്നു വരുന്നു. അങ്ങനെ എന്ന ആയത്തോതിയപ്പോൾ അപ്പോൾ ഉമറിന്റെ 2 നയനങ്ങളും നനഞ്ഞു പോയി. എവിടെയാ ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ്? അങ്ങനെ ഉമർ ആ മജ്ലിസിലേക്ക് കുതിച്ചു ചെല്ലുമ്പോൾ സഫമലാരികത്തായി വീട്ടിൽ തിരുറസൂലരും സഹാബത്തും ഇരിക്കുമ്പോൾ ഉമറടുത്തേ സഫിയോരെ അങ്ങോരത്തെ വരട്ടതൻ ഗുണമല്ലേ, അവനുടെ വാളാൽ നമ്മൾ വധിക്കും തന്നെ, അവനുടെ വാളാൽ നമ്മൾ വധിക്കും തന്നെ. സഫാവത്തമാനം തന്നിൽ പ്രകാശവും നേരവായി, സ്വരം കേട്ട് ജനമെല്ലാം സൂരൂരിൽ പാത്തി. സുഹൃത്തങ്ങളെ നീ മുതൽ സുഹൃത്തായി നൂര ചെയ്ത സുബ്ഹാന്റെ വിളി കേട്ടി മനം തുടിച്ചേ, സുബ്ഹാന്റെ വിളി കേട്ടി മനം തുടിച്ചേ. അതാ സഫാ മലയുടെ അരികത്തായി കൊച്ചു വീട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹംസ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഏതാനും ചില സഹാബികളും. ഉമറിന്റെ വാളും ഊരിപ്പിടിച്ചുള്ള വരവ് കണ്ടപ്പോൾ ഇത് സഹാബികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവൻ ഇങ്ങോട്ട് കയറി വരട്ടെ. ഇത് കേട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ലതിനാണെങ്കിൽ അവന് നല്ലത്, അല്ലെങ്കിൽ അവന്റെ വാൾ കൊണ്ട് തന്നെ ഞാൻ അവനെ വധിക്കും. ഉമർ അങ്ങനെ ആ സദസ്സിലേക്ക് കയറി വരികയാണ്. 1000 കുറ്റബോധത്തോടെ ബിന്ദി വിതുമ്പുന്ന ചുണ്ടുകളോടെ അവിടുന്ന് അതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ ആ ധീരനും വഴങ്ങി. ഞങ്ങളുടെ കഥ ഇവിടെ വിരാമം കുറിക്കുന്നു. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് മാലപ്പാട്ട് ആരംഭിക്കുകയാണ്. മുഴുവൻ മത്സരികളും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഗാനം മുഹമ്മദ് മൊയ്നുദ്ദീൻ